Yes, now in the previous classes we have seen about auxiliary verbs, about definite article, indefinite article, and we have seen a bit of other grammar lessons. And I think we have in the previous class again we have gone with the preparing of questionnaires and all such topics we have seen. Now the next one, which is of again of a bit more importance, is writing short essay. So for your exams you will be asked, you will be given a topic and you will be asked to frame a short essay. So it might be a 4-mark question. Normally you have essay questions which comprise of 15 marks. So that is the difference. Now I said this question will be for 4 marks, and again in your question paper you can see you will have to frame 2 essays which will carry 15 marks each. So that is a long essay. So that is a major difference we are going to see in this lesson. The topic is again short essay. Short essay. അതായത് essay എന്ന് പറഞ്ഞാൽ you have the word essay means to attempt something. Essayയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു സംതിങ്, അറ്റംപ്റ്റ് ടു ഡു സംതിങ്. അറ്റംപ്റ്റ് ടു ഡു വാട്ട്? അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് സംതിങ്, അറ്റംപ്റ്റ് ടു എലോബറേറ്റ് സംതിങ്, അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് സംതിങ്. സോ ദിസ് എക്സ്പ്ലനേഷൻ കുഡ് ഹാവ് എ വേർഡ് ലിമിറ്റ്. അപ്പം നമുക്ക് ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോങ് എസ്സേ എഴുതുമ്പം ഇറ്റ് കുഡ് ബി 5 pages, ഇറ്റ് കുഡ് ബി 6 pages, ഇറ്റ് കുഡ് ബി 7 pages, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എലോബറേറ്റ് ചെയ്യാം. ബട്ട് എ ഷോർട്ട് എസ്സേ യു ഹാവ് ടു ബി വെരി ക്ലിയർ, വെരി പ്രിസൈസ്, വെരി ബ്രീഫ്. അപ്പം ശരിക്കും ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് എസ്സേ എഴുതാനാണ് നമുക്ക് ഡിഫിക്കൽട്ട്. ലോങ് എസ്സേ കഥകളും ഇമാജിനേഷനും നമുക്ക് ഒരുപാട് ആഡ് ചെയ്ത് വീണ്ടും 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 നമുക്ക് എഴുതിക്കൊണ്ടിരിക്കാം. യു ക്യാൻ ആഡ് എനി നമ്പർ ഓഫ് പോയിന്റ്സ്, യു കുഡ് ഹാവ് സം യുവർ ഓൺ ലൈക്ക് സബ്ജക്റ്റീവ് വ്യൂസ്, യു കുഡ് ഹാവ് യു കുഡ് ഹാവ് ഒബ്ജക്റ്റീവ് വ്യൂസ്, രണ്ടും കമ്പാരിസൺസ് പറയാൻ പറ്റും. പക്ഷേ ഷോർട്ട് എസ്സേ എടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ബി വെരി ടു ദ പോയിന്റ്, വെരി മച്ച് ടു ദ പോയിന്റ്. ആ പോയിന്റിലേക്ക് നമ്മുടെ ടോപ്പിക് എന്താണോ ടോപ്പിക്കിലേക്ക് വളരെ ഷ്രിങ്ക് ചെയ്ത് എന്നാൽ അത്യാവശ്യം ക്രിസ്പും ക്ലിയറുമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഷോർട്ട് essays ഫ്രെയിം ചെയ്യുന്നത്. സോ essay is an attempt to do something, attempt to explain something, attempt to elaborate something, attempt to describe something. So ഒരു ടോപ്പിക്ക് കിട്ടില്ല. സോ when example is given here, the importance of healthy living, importance of healthy living എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കൊടുക്കുകയാണ്. സോ once you go with the essay, you can understand how finely it is crafted with the brevity and like crispness and clarity. All these features go along with this essay which is given here as a sample example. So now the importance of healthy living, importance of healthy living എന്ന് പറഞ്ഞിട്ട് ഒറ്റ പാരഗ്രാഫിലാണ് ഒരു എസ്സേ കൊടുത്തേക്കുന്നത്. ഒരു എസ്സേ ആണ്, ഇറ്റ്സ് നോട്ട് എ പാരഗ്രാഫ്, ഇറ്റ്സ് എ ഷോർട്ട് എസ്സേ ആക്ച്വലി. നൗ ഞാൻ കുറച്ച് വേറെ ബുക്സ് ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ കണ്ടത് this is again some made to 3 paragraphs where you will have the one introduction paragraph, then you will have a body, and finally you will be having a striking concluding paragraph. ഈ 3 പാരഗ്രാഫും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഒറ്റ സിംഗിൾ പാരഗ്രാഫായിട്ട് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ഷോർട്ട് എസ്സേ ഹിയർ. ഇനി നമുക്ക് എന്ത് ഒരു റൈറ്റിംഗ് എടുക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ തന്നെയാണ്. യു ഹാവ് എ പ്രോവർബ് എക്സ്പാൻഷൻ, യു ഹാവ് എ പ്രിസി റൈറ്റിംഗ്, യു ഹാവ് എന്താണ് ലോങ് എസ്സേ ഇറ്റ് കുഡ് ബി. അപ്പം ഇതെല്ലാം നമ്മൾ എടുക്കുന്ന സമയത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് എ ന്യൂസ് പേപ്പർ സ്റ്റോറി, ന്യൂസ് റിപ്പോർട്ട്, ഒരു ഫിലിം റിവ്യൂ എഴുതുകയാണ്, ഒരു ബുക്ക് റിവ്യൂ എഴുതുകയാണ്. സോ ഓൾ ദീസ് വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് യു വിൽ ഹാവ് ടു ഗിവ് എ ടൈറ്റിൽ ദാറ്റ് ഈസ് ഓഫ് നോ എക്സ്ക്യൂസ്. വിത്തൗട്ട് എക്സ്ക്യൂസ് യു വിൽ ഹാവ് ടു ഗിവ് എ സ്ട്രൈക്കിംഗ് ടൈറ്റിൽ. നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുകയാണ്, അല്ലെങ്കിൽ യു വാച്ച് 30 minutes ന്യൂസ് ഇൻ ദ TV. സോ all there you will have to provide good titles. ആ ഹെഡ്ലൈൻസ് ആണെങ്കിലും ടൈറ്റിൽസ് വളരെ സ്ട്രൈക്കിംഗ് ആയിരിക്കണം. സോ your title is very important. Though they have given it a third point here, an appropriate title should be provided. It is the first point that has to come. ആദ്യത്തേതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇസ് എ ടൈറ്റിൽ. സെക്കൻഡ് വൺ ഇസ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ന്യൂസ് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും all the WH questions and 1 HW questions, why, when, who, where it happened, how it happened, all those questions will be answered in the first paragraph. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആര്, എന്ത്, എവിടെ, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുള്ളതായിരിക്കും ഒരു ന്യൂസ് സ്റ്റോറിയിൽ വരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളൊരു ഒരു ടോപ്പിക് എടുത്തിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ലിവിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹെൽത്തി ലിവിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിരിക്കും അവിടെ കൊടുക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി യു വിൽ ബി ഗിവിങ് 1 point ആൻഡ് ലീഡിങ് ടു ദ ഹെൽത്തി ലിവിങ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും ഫ്രെയിം ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ, സെക്കൻഡ് വൺ ഇസ് എലോബറേറ്റ്, നോട്ട് an elaborate introduction, to the point introduction. Elaborate introduction അല്ല, but to the point introduction ആയിരിക്കണം കൊടുക്കേണ്ടത്. Short essay must not have an elaborate introduction, it must come straight to the point. അപ്പോൾ എന്താണ്, elaborate introduction ആവാൻ പാടില്ല, but it should come straight to the point. And second one is subject matter. നമ്മുടെ ബോഡി എന്ന് പറയുന്നുണ്ട്, അതായത് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടെ സ്റ്റോറീസ് വെൽ നിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സബ്ജക്ട് മാറ്ററിൽ അല്ലെങ്കിൽ ബോഡിയിൽ പറയുന്നത്. ആൻഡ് ഷുഡ് ബി
stated and an effective conclusion is offered. Third എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ടൈറ്റിൽ, പിന്നെ ഇൻട്രൊഡക്ഷൻ ആണ്, എലോബറേറ്റ് ആവാൻ പാടില്ല, ടു ദ പോയിന്റ് ആയിരിക്കണം. ഈ ഷോർട്ട് എസ്സേ എന്ന് പറയുന്ന ഒരു ഈവൻ ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ഇസ് എ ഷോർട്ട് എസ്സേ, വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ആൻഡ് what things you have to take care while you're drafting a short essay. So the first one is well and good title should be there, then introduction which is not elaborate and to the point, and the third one goes subject matter should be very clear and crisp and clear and should be brief, should be stated very briefly in clarity with precision, and the last one is an effective conclusion is very essential. So ഇത്രയും കാര്യങ്ങൾ വരികയാണെങ്കിൽ that is a short essay. Now one more definition they have given here. A short essay is simply an essay which is shorter than a long conventional essay. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നോർമൽ എസ്സി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ എപ്പോഴും 15 മാർക്കിൻ്റെ വലിയ എസ്സി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ നോർമൽ കൺവെൻഷണൽ, സാധാരണ രീതിയിലുള്ള എസ്സി എന്ന് പറയും നോർമൽ കൺവെൻഷണൽ എസ്സി, ആൻഡ് ദാറ്റ് ഇസ് എ ലോങ് എസ്സി വിതൗട്ട് എനി ഡൗട്ട്. സോ എ ഷോർട്ട് എസ്സി ഈസ് സിംപ്ലി, ഇപ്പം സിമ്പിൾ എന്നല്ല പറയുന്നത്, ഇത് സിംപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് സിംപ്ലി. ഇഫ് യു സേ ഇൻ സിമ്പിൾ ടേംസ്, സിമ്പിൾ ആണ് എഴുതുന്നത്, സിമ്പിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇഫ് യു ടോക്ക് ഇൻ സിമ്പിൾ ടേംസ് ആൻ എസ്സി വിച്ച് ഇസ് ഷോർട്ടർ ദാൻ എ ലോങ് കൺവെൻഷണൽ എസ്സി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് എസ്സി എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് എസ്സി ആണ് കമ്പയർഡ് ടു എ ഷോർട്ടർ എസ്സി കമ്പയർഡ് ടു എ ലോങ് കൺവെൻഷണൽ എസ്സി. റൈറ്റിംഗ് എ ഷോർട്ട് എസ്സി റിക്വയർസ് ഗ്രേറ്റർ സ്കിൽ. നമുക്ക് ചുരുക്കി എഴുതാനാണ് ശരിക്കും കൂടുതൽ സ്കില്ല് വേണ്ടത്. യു ക്യാൻ ഇലോബറേറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് സ്റ്റോറീസ് ലോങ് എസ്സി എളുപ്പമാണ്, നമുക്ക് കഥ എഴുതിയൊക്കെ പോവാം. പക്ഷേ ടു മേക്ക് ഇറ്റ് ക്ലിയർ ആൻഡ് മേക്ക് ഇറ്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആൻഡ് ബ്രീഫ്, it is a very difficult skill you need to adopt to that. So the limitations imposed due to length restrictions. അപ്പം നമുക്ക് ആ ലെങ്ത് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എസ്സേ കമ്പോസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, വിച്ച് മീൻസ് യു നീഡ് ടു ഹാവ് എ ഗുഡ് നോളജ് അബൌട്ട് ദ ടോപ്പിക്. ഇഫ് യു ഹാവ് ടു ഫ്രെയിം എ ഷോർട്ട് എസ്സേ ആൻഡ് ടു ദ പോയിന്റ് എസ്സേ, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് കമ്പയർഡ് ടു എ ലോങ് കൺവെൻഷണൽ എസ്സേ. യു ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് അബൌട്ട് ദ ടോപ്പിക്. നമ്മൾ അത്യാവശ്യം വായിച്ചാൽ മാത്രമേ നമുക്കത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ബിഫോർ വി ഗോ ഓൺ വിത്ത് ദിസ് ടൈറ്റിൽ, with this sample example given here, we can just go with some examples, practice examples given. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4 എണ്ണം നിങ്ങൾ എഴുതി നോക്കേണ്ടതാണ്. സോ ബിഫോർ യു റൈറ്റ്, വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ സെർച്ച് ഓൺ ദിസ് ടോപ്പിക്സ്. അപ്പോൾ അത്യാവശ്യം നെറ്റിലെല്ലാം കിട്ടുന്ന ടോപ്പിക്സ് ആണ്, 4 ടോപ്പിക്സ് ഉണ്ട്. സോ യു ഹാവ് ടു കീപ് യുവർ നോട്ട്ബുക്സ് റെഡി ഫോർ എനി ടൈം ടു സബ്മിറ്റ്. So the first question is, write short essays on the first question is the role of ordinary citizens in relief work following the floods in Kerala in 2018. അപ്പോൾ നമുക്ക് 2018 2019 ഫ്ലഡ്സ് ഉണ്ട്. അപ്പം എന്താണ് 2 ഫ്ലഡ്സ് നമ്മൾ കണ്ടു. സോ ഓൾ ദീസ് യു ക്യാൻ റൈറ്റ്. ദ റോൾ ഓഫ് ഓർഡിനറി സിറ്റിസൺസ് ഇൻ ദ റിലീഫ് വർക്ക്. അപ്പോൾ എന്താണ് സാധാരണയായിട്ടുള്ള ആൾക്കാർ റിലീഫ് വർക്ക്, കേരളയിൽ ഫ്ലഡ് വന്ന സമയത്ത് സാധാരണ ആൾക്കാരുടെ റിലീഫ് വർക്ക് എത്രത്തോളമായിരുന്നു. And the second question is impact of no smoking advertisement shown before films. We have all the എന്താണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് മേക്കിംഗ് ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി ഫ്രം സ്മോൾ ചിൽഡ്രൻ ടു ഓൾ ദി ഏജസ്. അത്രയും സ്ട്രൈക്കിംഗ് ആണ് ആ ഒരു വോയിസ് എന്ന് പറയുന്നതും ആ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നതും. സോ ദ ഇമ്പാക്ട് ഓഫ് നോ സ്മോക്കിംഗ് അഡ്വർടൈസ്മെന്റ് ഷോൺ ബിഫോർ ഫിലിംസ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഓരോ ആൾക്കാരെ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. തേർഡ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിംഗ് സ്പോർട്സ് other than cricket. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ either you will jump on to cricket or to football, and other than that അപ്പം എന്താണ് ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ആണ്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിംഗ് സ്പോർട്സ് other than ക്രിക്കറ്റ് അല്ലാതെ ബാക്കി സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ടോപ്പിക് would be a bit difficult one compared to the first 2 questions. And the fourth one is drug addiction as a social menace. അപ്പം ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന, കൺട്രിക്ക് ഉണ്ടാകുന്ന, രാജ്യത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന ഒരു മെനസാണ്, ത്രെറ്റാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ വർക്ക് ഓൺ ദിസ് 4 questions. Now we are going to discuss back the format in which a small short essay is written. So with this example, a fine example is given here. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ലിവിങ്. അപ്പം നമുക്കിവിടെ ഞാനിവിടെ ഒരു റെഡിൽ മാർക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കാം. ബാക്കിയുള്ള നിങ്ങൾക്ക് ഫോൺസ് വേണമെങ്കിൽ ഓരോ ലെറ്റേഴ്സിൻ്റെ ഓരോ വേർഡ്സിൻ്റെ ബിഗിനിങ്ങിൽ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തിട്ട് യു ക്യാൻ പുട്ട് എ ടൈറ്റിൽ ഈവൻ. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ലിവിങ്. അപ്പം വളരെ ഒരു വെൽ ഫ്രെയിംഡ് എസ്സേ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാരണം അവർ ആദ്യം ലിവർ എന്ന് പറയുന്ന ഒരു ബോഡി ഓർഗൻ എന്നാണ് ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ഡെയർ ഹെൽത്ത് ഓഫ് ലിവർ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഹെൽത്തി ലിവിങ്ങിൽ
ബീയിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇറ്റ് ഈസ് ഓഫൻ സെഡ് ദാറ്റ് എന്താണ് നമ്മുടെ കരൾ എന്നാണ് ഒരു പരസ്യം ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ ഹൂ ദേ ഹാവ് ഗിവൺ ദാറ്റ്, ഏതോ ഒരു ആയുർവേദ പരസ്യമാണ് ഐ തിങ്ക് സോ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം, അങ്ങനെ എന്തോ പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി ഒരു പരസ്യമുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവർ ഇൻ എ ഹ്യൂമൻ ബോഡി ആൻഡ് ദാറ്റ് മേക്സ് എ പേഴ്സൺ ഹെൽത്തി എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ഓഫൻ സെഡ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിവർ. നമ്മുടെ ജീവൻ്റെ എന്താണ് ഹൗ ദ ലൈഫ് സ്പാൻ ഡിപ്പെൻഡ്സ് ഓൺ അവർ ലിവർ. This is very true. The quality of a person's life depends on his or her lifestyle, and this in turn determines the health of his or liver. അപ്പം എന്താണ് ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺസ് ലൈഫ്, ഒരാളുടെ ക്വാളിറ്റി, ലൈഫിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ലൈഫ് സ്റ്റൈൽ. ഒരാളുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിരിക്കും, എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഡയറ്റ് ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിരിക്കും നമ്മുടെ ഒരു ലൈഫ് സ്പാനും ഹെൽത്ത്, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇൻ ടേൺ ഡിറ്റർമൈൻസ് ദ health of his liver. And again, if you have to have a longer span of life, this depends purely on our liver more than any other body organs. Today, when people face extreme stress and severe pollution levels, it is important that time be devoted to adopting healthier living practices. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ വി ഹാവ് അവർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫാക്ടേഴ്സ് ആൻഡ് സിവിയർ പൊല്യൂഷൻ ലെവൽസ്. ഇത് മാത്രമല്ല, സ്ട്രെസ്സും സ്ട്രെയിനും മാത്രമല്ല, ആൻഡ് വി ആർ ഫേസിങ് സിവിയർ പൊല്യൂഷൻ ലെവൽസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടൈം ടു ബി ഡിവോട്ടഡ് ടു അഡോപ്റ്റിംഗ് ഹെൽത്തിയർ ലിവിങ് പ്രാക്ടീസസ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് വേണം? ഹെൽത്തിയർ ലിവിങ് പ്രാക്ടീസസ് വേണം. ഹെൽത്തിയർ ലിവിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് വേണം, എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഇൻടേക്ക് വേണം, ആൻഡ് യു ഷുഡ് ഹാവ് പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് പ്രോപ്പർ എക്സസൈസ്. ഓൾ ദോസ് you should have. One must pay attention to the sort of food one consumes and avoid fast food and aerated drinks. അപ്പോൾ നമ്മൾ carbonated drinks ഒന്നും കുടിക്കാൻ പാടില്ല. No kind of drinking or smoking, and nothing should be there. And one must pay attention to the sort of food one consumes and avoid fast food and aerated drinks. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല, പിന്നെ aerated drinks ഒന്നും പാടില്ല, carbonated drinks, പെപ്സി, കോല, കോക്ക് ഒന്നും പാടില്ല. It is always better to consume food prepared at home because it assures quality and cleanliness. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, because it assures quality and cleanliness. It is also important to maintain within our diet a balance of all the nutrients necessary for our body. പിന്നെ എന്താണ് നമ്മുടെ ഡയറ്റിനകത്ത് എല്ലാ ന്യൂട്രിയൻസും, നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ആഡ് ചെയ്യണം. Sedentary lifestyle must be avoided at all cost and some form of exercise must be incorporated into one's daily routine. Sedentary lifestyle means അലസമായിട്ട് കുത്തി ഇരുന്നിട്ട് അതും ഇതും കഴിക്കുക, എക്സസൈസ് ഇല്ല, ഒന്നും പ്രോപ്പർ അല്ലാത്തതാണ് sedentary lifestyle. So must be avoided at all cost and some form of exercise must be incorporated into one's daily routine. അപ്പോൾ എന്താണ് ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ എന്താണ് എക്സസൈസും sedentary ലൈഫ് പാടില്ല എന്നാണ് പറയുന്നത്. And it's important to listen to one's body and make provisions for proper rest and sleep. അപ്പം നമുക്ക് ഓരോരുത്തരുടെ, ഇപ്പം ചിലർക്ക് ചിലപ്പം though we say 8 hours of sleep is very necessary, some people may sleep for 9 hours, some may sleep for 7 or 6 hours. So according to body, you will have to make alterations for all those. It is important to listen to one's body and make provisions for proper rest and sleep. If this is not done, it lead to stress related diseases, just stroke, arthritis, diabetics and high blood pressure and can adversely affect general well-being. അപ്പം എന്താണ് ഓരോരുത്തരുടെ ശരീരം അനുസരിച്ച് arthritis വരുന്നുണ്ട്, ഡയബറ്റിക്സ് വരുന്നുണ്ട്, സ്ട്രോക്ക് വരുന്നുണ്ട്, ബ്ലഡ് പ്രഷർ വരുന്നുണ്ട്. All these happens and can adversely affect general well-being. നമുക്ക് എന്താണ് എന്നും വേദനയും അതും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ it affects our general well-being and the daily activities. And with the average lifespan of human beings increasing, the presence of an ailing population can affect social welfare too. So എന്താണ് ഒരു നമുക്ക് എന്താണ് ailing population can affect social. അപ്പം നമുക്ക് വയ്യ എന്നൊരു ഹെൽത്തി സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മളെ മാത്രമല്ല അത് ബാധിക്കും, നമ്മുടെ ഫാമിലിനെ ബാധിക്കാം. ജനറലി again be affecting the society in turn. So with the average lifespan of human beings increasing, the presence of an ailing population can affect social welfare. അപ്പോൾ നമ്മുടെ സോഷ്യൽ വെൽഫെയറിനെ ഇത് നന്നായിട്ട് ബാധിക്കും. If we are not healthy, being healthy is our responsibility, not just to ourselves but our families, but also society and the nation. അപ്പം being healthy is not responsibility to ourselves and not a family just, it is to society and again to the nation. A healthy population is a healthy nation which can work towards progress. So let us commit ourselves to the cause of healthy living. So എന്താണ് ഹെൽത്തി പോപ്പുലേഷൻ എന്ന് പറയുന്നത് നേഷൻ്റെ ഒരു പ്രോഗ്രസ്സിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. സോ ലെറ്റ് us commit ourselves to the cause of healthy living. ആ ഒരു essay ഫ്രെയിം ചെയ്ത് വന്നിരിക്കുന്നത് ലിവറിൽ നിന്ന് തുടങ്ങി, ലിവറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ബാക്കി പ്രോപ്പർ ഡയറ്റിൻ്റെയും റെസ്റ്റിൻ്റെയും സ്ലീപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു, എങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു, ആൻഡ് അഗെയിൻ വരുന്ന റിസ്കിനെ കുറിച്ച്, ഹെൽത്ത് പ്രോപ്പർ
അല്ലെങ്കിൽ വരുന്ന റിസ്കിനെ കുറിച്ച് പറഞ്ഞു, how it's in turn affecting ourselves, then our family and society and even the nation. So it's a very fine formatted short essay here. So this is a sample in which you can frame a short essay. So ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് എസ്സേ കുറിച്ച് പറയാനുള്ളത്. സോ വാട്ട് ദ ക്വസ്റ്റൻസ് ദാറ്റ് ഇസ് കമ്മിങ് ഇസ് യു വിൽ ഹാവ് ടു ഫ്രെയിം എ ഷോർട്ട് എസ്സേ. ഇപ്പം നമുക്ക് 4 സാമ്പിൾ ക്വസ്റ്റൻസ് ഉണ്ട്. സാമ്പിൾ ക്വസ്റ്റൻസ് എക്സാമ്പിൾസ് ആർ ഗിവൻ വിത്ത് വൺ good and well and framed short essay here, and the point should be remembered while you are crafting a short essay. The first one is the title, then introduction should be very much to the point, come straight to the point. Second one is subject matter should be stated, and an effective conclusion. The last one is effective conclusion. ഇത്രയും കാര്യങ്ങളാണ്. And a short essay ആദ്യത്തെ definition കൂടി important ആണ്. A short essay is simply an essay which is shorter than a long conventional essay. Writing a short essay requires greater skill because of the limitations imposed due to length restrictions. In length restrictions കൊണ്ട് നമുക്ക് difficult ആണ്. Compared to a long essay, to write a short essay is actually difficult, and these are the points you have to take care while you're writing a short essay. Now work it on the questions given towards the back. എന്താണ് ഫ്ലഡിൻ്റെ സിറ്റുവേഷനിൽ ഫ്ലഡിൻ്റെ സമയത്ത് ഓർഡിനറി സിറ്റിസൻസിൻ്റെ ലീവ് വർക്കിംഗ് എങ്ങനെയായിരുന്നു. സെക്കൻഡ് വൺ ഇസ് നോ സ്മോക്കിംഗ് ബിഫോർ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ഇമ്പാക്ട്സ് and importance of promoting sports other than cricket, and the fourth one is drug addiction as a social menace. So you can work it on all these questions, write down naalum ezhuthi nokka. Unless you write, you will not be able to prepare for your exams. So keep writing and get it done, get it uploaded when I ask you to do that. And again, thank you.